നമ്മളിപ്പോ ഇവിടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. ലഞ്ച് ടൈം ആയി, ഓൾമോസ്റ്റ് ഒരു 2 o'clock ആയി. എന്നെ വേണ്ടേ? 2 o'clock ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോണം. ലഞ്ച് കഴിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് നേരെ റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോണം. നല്ല ക്ലൈമറ്റ് ആണ്, വെയിലൊന്നുമില്ല. എക്സ്പെൻസീവ് ആവുമെന്ന് വിശ്വാസമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു BDF വാങ്ങിച്ചതിന് 368 രൂപയുണ്ട്. ഒരു പ്ലേറ്റ് BDF മേടിച്ചതിന്. എക്സ്പെൻസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ലഞ്ചും ഡിന്നറും കോംപ്ലിമെന്ററി ഓൺലി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ലഞ്ചും ഡിന്നറും എക്സ്പെൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം. പിന്നെ എപ്പോഴും ഒന്നുമില്ലല്ലോ, ഇയർലി വൺസ് ഒക്കെ അല്ലേ വരാറുള്ളൂ നോർമലി. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോയാലേ കാര്യമുള്ളൂ. വിഷ്ണു ഇതിൽ കൂടി ഇനിയിപ്പോൾ ഇവിടെ നൈസായിട്ട് ഇവിടെ നിന്ന് നടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ഇറങ്ങി കേറി മക്കളെ. ഇതിലിപ്പോ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇയർലി വൺസ് നമ്മൾ ഈസ്റ്ററിനൊക്കെ അടുത്ത ടൈം ആവുമ്പോൾ നമ്മളെ മലയാറ്റൂർ മലയൊക്കെ കയറാൻ വേണ്ടിയിട്ട് 3-4 പ്രാവശ്യം പോയേക്കുന്നത് കൊണ്ട് ഏത് മല കയറുന്ന സമയത്തും, അതായത് ഇങ്ങനെ കുത്തനെയുള്ള ഇതൊക്കെ കയറുമ്പോൾ പിള്ളേരെ നോർമലി വിളിച്ചു പോകുന്നതാണ് മുത്തപ്പോ പൊന്മല കയറ്റം. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, ദൈവം കൂടി ഉണ്ടാവട്ടെ. ഇതിപ്പോൾ ലഞ്ച് ടൈമാണ്. ലഞ്ച് നമ്മൾ വന്നിട്ട് ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അത് ഇത് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ മെനു കാർഡ് എടുത്ത് നോക്കിയപ്പോൾ എക്സ്പെൻസ് കുറഞ്ഞത് നമ്മളുടെ കേരള ടൈപ്പ് റൈസ് ഇല്ലേ, അതായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഒരു സ്പെഷ്യലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ 65. നല്ല തണുപ്പുണ്ട് കേട്ടോ. കോട ഇറങ്ങി തുടങ്ങി, നല്ല അന്തസ്സായിട്ട് കോട ഇറങ്ങി തുടങ്ങി. പ്ലേയിങ് ടൈം അടിപൊളിയാണ്. ഞങ്ങ അറ്റത്തോട്ട് നോക്കിക്കേ, ഒരു അടിപൊളി സാധനം കാണിച്ചുതരാം. ഓക്കെ, അവിടെ ലൈറ്റും കാര്യങ്ങളും കൂടെ ഉണ്ട്. ഗൈസ് ഹായ് പറ. എന്താ വേറെ തുള്ളോ? തണുത്തട്ടാ മൊയിലാളി. എങ്ങനെയുണ്ട് അത്? സ്പെക്സ് തന്ന വീഡിയോ പോസ് ചെയ്യൂ. എന്താ സ്പെക്സ്? ഇത് തലയും കുത്തി നാതി. സെലിബ്രിറ്റി അല്ലേ എന്നൊക്കെ ഇപ്പൊ ഞാൻ മേടിക്കും. ഹായ് പറ. ഹലോ. അങ്ങനല്ല ഹായ് പറ. മറ്റേ അഭിനയം. ഒരു അടിപൊളി സാധനം വന്നിട്ടാ. സൺസെറ്റും മൂണും. രാലേട്ടാ ബൈ. ഒന്നുകൂടി. ഇതിങ്ങനെയൊന്നും അല്ലടാ. പാട്ട് പുല്ലിലോട്ടാണല്ലോ. ഏറ്റവും സങ്കടം വരുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഓഫീസിൽ ഇരിക്കുമ്പോൾ സമയം പോകില്ല, പക്ഷെ വീട്ടിൽ ഇരിക്കുമ്പോൾ സ്വിച്ചിട്ട പോലെ സമയം പോകും. ഇങ്ങനെയൊക്കെ ട്രിപ്പും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സമയം വന്നിട്ട് ഇങ്ങനെ ഫ്ലൈയിങ് ആയിരിക്കും. ഒരു കൺട്രോളും ഇല്ലാത്ത രീതിയിലായിരിക്കും ടൈം പോണത്. അതെനിക്ക് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. പിന്നെ അവിടുത്തെ മെനു കാർഡൊക്കെ വായിച്ചു നോക്കി. പിന്നെയും നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത്, എന്താടാ നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മൾ എന്താണെന്നാണെങ്കിലും ഇതൊക്കെ ചെക്ക് ചെയ്യാണ്ട് ഫുഡ് ഓർഡർ ചെയ്യില്ലല്ലോ. പക്ഷെ നമ്മൾ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് കോംബോയാണ്. നമ്മളുടെ ബൊഫെ അത് നമ്മൾ ചൂസ് ചെയ്തു. പറാട്ട, വെജ് ഫ്രൈഡ് റൈസ്, ഗാർലിക് ചിക്കൻ, ഒന്നും കൂടെ ചെയ്യണേ, ഫിഷ് റോസ്റ്റ്, മഷ്റൂം മഞ്ചൂരിയൻ, ആലു ഗോപി. നമുക്ക് ഫസ്റ്റ് പിന്നെ കാണണ്ടേ, ഫസ്റ്റ് ഹോട്ട് ആൻഡ് സോർ സൂപ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, കുറച്ച് സോയാ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്.
സിസ്റ്റമാണ്. ഞാൻ ഇപ്പോൾ ഇത് അവിടെ കൊണ്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഫുഡ് എടുക്കാൻ വേണ്ടി വരാം. ഓക്കെ, ഹോട്ട് ആൻഡ് സോർ കുടിച്ച് നോക്കി, ഇളക്കിയിട്ട് കുടിക്കുക. സോർ സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മളൊരു കോംബോ ബൊഫേ ആണ് ഇപ്പം ഡിന്നറിന് വേണ്ടി എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 8ഓളം ഐറ്റംസ് ഉണ്ട്. അപ്പോൾ സാലഡ്സ് ഉൾപ്പെടെ പറയുവാണെങ്കിൽ ഒരു 10-12 ഐറ്റംസ് ഉണ്ട്. ഗുലാബ് ജാമുൻ ഉണ്ടാവും ഡെസേർട്ടായിട്ട്. ബൊഫേ എടുത്തേക്കുന്ന ഇപ്പോൾ ഏകദേശം ഒരു പെർ ഹെഡ് 470, 480, ഒരു 500 കൂട്ടാം. ഇപ്പോൾ സെപ്പറേറ്റ് ഐറ്റംസ് പറയുവാണെന്നാണെങ്കിലും അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ബൊഫേ ചൂസ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ദേവുവിന് ചെറിയൊരു വയ്യായിക തുടങ്ങിയിട്ടുണ്ട്. കാരണം പൂളിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചതുകൊണ്ടാവാം ചെറിയൊരു വയ്യായികയുണ്ട്. അപ്പോൾ അവൾ 2-3 പ്രാവശ്യം വൊമിറ്റ് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ വൊമിറ്റ് ചെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ ആൾ സെറ്റായി. വൊമിറ്റ് ചെയ്യുന്നില്ല. പിന്നെ പിള്ളേരല്ലേ, പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ച് കുറേ ടൈം എടുത്ത് കഴിയുമ്പോഴത്തേക്കും ചാട്ടോ ഓട്ടമൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ക്ഷീണം തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ല. ഇഷ്ടമായി കുമ്പറ ശരി. ക്യാരറ്റും തരട്ടമ്മ. ശരിയാവും. ഞാനിപ്പോൾ കുറച്ച് ഗ്രീൻ സാലഡും പിന്നെ ഹവൈന എന്ന് പറഞ്ഞിട്ടൊരു സാലഡും, അതായത് ഒരു ഫ്രഷ് ക്രീം, ക്യാബേജ്, ക്യാരറ്റ്, ചില്ലി, കുക്കുംബർ അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് ഉള്ളൊരു സാലഡും, ഫ്ലവർ ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ഫ്രൈ ചെയ്തിരിക്കുന്നതും, കുറച്ച് ഫ്രൈഡ് റൈസും, ഫിഷ് റോസ്റ്റ്, ഗാർലിക് ചിക്കൻ, ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. കഴിച്ചു നോക്കാം കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയാണ്. ഹലോ, ഫുഡ് കൊള്ളാം കേട്ടോ. ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഇതിപ്പോൾ ബൊഫേ ആണ്. അപ്പം നമുക്ക് ഇതാണ് അഫോർഡബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. കാരണം നമ്മൾ വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് വരും. അതിലും നല്ലത് ഇപ്പോൾ ഒരു ബൊഫേ നമ്മൾ ആ ഒരു അത് തന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫോർഡറായിട്ട് കഴിക്കാൻ പറ്റും. റൈസ് കുറച്ച് കഴിക്കണുള്ളൂ. കാരണം ബാക്കിയുള്ള ഐറ്റംസൊക്കെ ടേസ്റ്റ് ചെയ്യണമല്ലോ. അത് കുഴപ്പമില്ല, കഴിച്ചു. വായിലോട്ട് വെച്ചു. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും വിശേഷം? സുഖമല്ലേ? നമ്മളിന്ന് ഡേ 3 വട്ടവട വ്ലോഗാണ്. ഓൾമോസ്റ്റ് നമ്മളുടെ ട്രാവലിങ്ങും ട്രിപ്പും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇന്ന് വെക്കേറ്റ് ചെയ്യണം. കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ഈ ഡ്രസ്സ് നിർത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു. രാവിലെ കുളിച്ചു, 5:15 എണീച്ചു. ഇനിയിപ്പോൾ നേരെ പോയി പിള്ളേരെ കുളിച്ച് എണീപ്പിക്കണം. ഓൾമോസ്റ്റ് നല്ല ട്രിപ്പായിരുന്നു. ഒരു കൺക്ലൂഷൻ പറയുവാണെങ്കിൽ, ഫുഡൊക്കെ നല്ലതാണ്, ആംബിയൻസ് അടിപൊളിയാണ്. ബട്ട് ഫുഡ് ഇത്തിരി എക്സ്പെൻസീവാണ്. നമ്മൾ ഇന്നലെ ചായയൊക്കെ കുടിച്ചു. ഈവനിങ് ആയപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് ഓരോ ഹോർലിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് 900 രൂപയൊക്കെ ആയിട്ടുണ്ട്. സീവാണ് എനിക്ക് തോന്നുന്നു. മേ ബി അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള റിസോർട്ട് ആയതുകൊണ്ടാവാം, അറിയില്ല. പക്ഷെ എന്നാലും
നമ്മൾ ഒരു മിനിമം എമൗണ്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിൽ എമൗണ്ട് ഇനിയിപ്പോൾ ഫൈനൽ എത്ര വരുന്നതെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കലാപരിപാടി ഇന്ന് കൺക്ലൂഷനാണ്. ഇന്ന് ഓൾമോസ്റ്റ് നമ്മളുടെ വീഡിയോസൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റിസോർട്ടാണ്. നമ്മളുടെ ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാനും വിഷ്ണുവും സെയിം കളർ. വിഷ്ണു ഹായ് പറ. ഞാനും അവനും സെയിം ബ്രൗൺ ഷെയ്ഡൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഗൈസ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡ് അടിപൊളിയാണ്, പക്ഷേ നമ്മൾക്ക് അഫോർഡബിൾ റേറ്റ് അല്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരാഴ്ച വരെയൊക്കെ സ്റ്റേ ചെയ്യാനായിട്ട് കൊതി തോന്നും. നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു വിഷമം തോന്നും കേട്ടോ. ആക്ച്വലി നല്ല റിസോർട്ടാട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വൺസ് എങ്കിലും പിള്ളേരായിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നമ്മളൊന്ന് കാമായിട്ട് തിരിച്ചു പോകുള്ളൂ. അതെന്താണ് ഉറപ്പ്. കാരണം അത്രയും പീസ്ഫുള്ളാണ്. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് എന്തും ആവാം. പിന്നെ കുറെ നാൾ ഫുഡ് ഉണ്ടാക്കണ്ട, 2-3 ദിവസം ഫുഡ് ഉണ്ടാക്കണ്ട, നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. അതൊക്കെ വലിയ കാര്യമല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കിട്ടാത്ത അവസരങ്ങളാണ്. അപ്പം നമ്മളുടെ വെക്കേറ്റിംഗ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നമ്മുടെ മാനേജറിനെ മീറ്റ് ചെയ്യാൻ പോവാണ്, മിസ്റ്റർ ജോബി. ആള് അടിപൊളി ഒരു പേഴ്സൺ ആട്ടോ. അപ്പം ഇങ്ങോട്ടേക്ക് വന്ന ഒരു റിസോർട്ട് നമ്മൾ വിസിറ്റ് ചെയ്യണം. മീൻസ് നമ്മളൊരു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. നോർമലി നമ്മളൊരു 6 month 8 month ഒക്കെ കൂടുമ്പോഴാണ് പോകാറ്. ഇപ്പം കുറച്ചധികം ഗ്യാപ്പ് വന്നിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യണം. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡും അടിപൊളിയായിരുന്നു. നമുക്ക് നല്ല ആംബിയൻസ് ആയിരുന്നു. കുട്ടികൾക്കാണെങ്കിലും കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ സർവീസും അടിപൊളിയായിരുന്നു. അപ്പം എന്താണെങ്കിലും ഞാൻ അതിന്റെ ചാനലിലിടും. A few moments later. ഞാൻ ഒരു പാട്ട് എടുത്തിട്ടെ രാവിലേട്ടാ പാടി. മൂഞ്ചി. എന്റെ ഫോൺ അവിടെ വെച്ച് മറന്നു ഗൈസ്. എന്റെ ഫോണിന്റെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് ഞാൻ ചേട്ടന്റെ ഫോൺ എടുത്ത് ക്യാമറയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങി. നമ്മളുടെ മാനേജറുമായിട്ട് ഒരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ദൈവത്തിന് അറിയാം. ഇപ്പൊ അവിടെ പോകുമ്പോ ഫോൺ കിട്ടിയാൽ കൊള്ളാം. ചേട്ടാ എന്റെ ഫോൺ തന്നിട്ടുണ്ടെന്ന് വെച്ച് ഫോൺ കിട്ടി. ഇപ്പൊ ഓക്കെ ആയിട്ടാ. ക്യാമ്നാൽ റിസോർട്ട് കൊള്ളാം. കിട്ടി ചേട്ടാ.